അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴി മാറുക തന്നെ ചെയ്യും. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാവുമെന്ന തത്വം മറക്കാതിരിക്കുക. വീണുടഞ്ഞത് ചേർത്തു വെച്ചാൽ രൂപമുണ്ടായേക്കാം, പക്ഷെ പഴയ പോലെ ഭംഗിയുണ്ടാവില്ല. അതുപോലെയാണ് പല ബന്ധങ്ങളും. ഭാഗ്യവും കഠിനാധ്വാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഗ്യം നിങ്ങൾക്ക് എഴുതിയത് മാത്രമേ തരൂ, എന്നാൽ കഠിനാധ്വാനം നിങ്ങൾക്ക് എഴുതാൻ പോലും കഴിയാത്തത് നൽകുന്നു. കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റൊരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാവരുത്. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. ജീവിതത്തിലെ ദുഃഖങ്ങളോർത്ത് നമ്മൾ വിഷമിച്ചിരുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകമാണ്. താളുകൾ എത്ര മറിച്ചാലും നാളെ എന്തെന്ന് അറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണം എന്നില്ല. ജീവിതമാണ്. തോൽക്കപ്പെടും, ചതിക്കപ്പെടും, പുച്ഛിക്കപ്പെടും. ചെയ്യുന്നത് ശരിയാണെങ്കിൽ വിജയം ഒരു നാൾ നമ്മെ തേടി വരും. പലതവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും കരയരുത്. വഴക്കുകൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും, എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ്. ആദ്യം മാർഗങ്ങളെ പൊളിച്ചു പണിയുക, പിന്നീട് പരിശ്രമിക്കുക. വിജയം നമ്മിലേക്ക് വരും. ഇന്ന് നിന്നെ അവഗണിച്ചവർ, ഇന്ന് നിന്നെ പരിഹസിച്ചവർ, ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. അപ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കണം, കാരണം അത് നിൻ്റെ വിജയമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് തനിക്ക് പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ്. കടം കൊടുക്കാൻ കരുതി വയ്ക്കേണ്ടതല്ല സ്നേഹം. കളങ്കമില്ലാത്ത മനസ്സുകൾക്ക് ഇടം കൊടുക്കേണ്ടതാണ് സ്നേഹം. സ്നേഹിക്കാൻ ഒരു കുടുംബവും കുറച്ച് നല്ല കൂട്ടുകാരും തലചായ്ക്കാൻ ചെറിയ ഒരു വീടുമുണ്ടെങ്കിൽ അതും സമ്പന്നതയാണ്. മനോഹരമായ മുഖത്തിന് പ്രായമാകും, തികഞ്ഞ ശരീരം മാറും, എന്നാൽ മനോഹരമായ മനസ്സ് എല്ലായ്പ്പോഴും മനോഹരമായിരിക്കും.